ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുപിട്ടിരിക്കുകയാണ്. വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് ഞാൻ ആദ്യം തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ഓക്കെ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഫിസിക്സ് ബോർഡ് എക്സാം ആണ്. എല്ലാ ചാപ്റ്ററും പഠിച്ചാൽ അടങ്ങാത്ത അഹങ്കാരം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ റെഡി ആയിരിക്കാൻ. എക്സാം എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എഴുതി കഴിഞ്ഞിട്ടുള്ള റിവ്യൂ വരുന്നതായിരിക്കും. അപ്പം കാണാം. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴോ കാവടി തുള്ളിപ്പോയിൻ്റെ എല്ലാം അറിയാനുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും. എല്ലാവരുടെയും എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. ഇവിടുന്ന് കാവടി തുള്ളിപ്പോയിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒട്ടും. സോ കുറച്ച് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ആ ഒരു 3 മാർക്ക് സെക്ഷനിൽ 2 ഞാൻ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിനായിരിക്കും ഇങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരിക്കുക. ഇനി പേപ്പർ എനിക്കൊന്ന് ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. പക്ഷെ ചിലവർക്ക് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം ഇനി പേപ്പർ മീൻസ് അതിനെക്കുറിച്ച് അവർ ആലോചിക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ആൻസർ കീ ചെക്ക് ചെയ്യണം, എനിക്ക് എത്ര മാർക്സ് കിട്ടുമെന്ന് എനിക്കത് കാൽക്കുലേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഓവറോൾ നോക്കുമ്പം എക്സാം നല്ല എളുപ്പമായിരുന്നു. പക്ഷെ എക്സാം കണ്ടുപിടിച്ച ആളെ ഉണ്ടല്ലോ, അയാൾക്ക് 100 കോടി പുണ്യം കിട്ടട്ടെ. രാവിലെ എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം നല്ലപോലെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് എണീക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എണീറ്റ് 6 മണിയായിട്ടുണ്ടായിരുന്നെങ്കിലും 7:45 ഞാൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡെറിവേഷൻസ് സഹിതം റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ റിവൈസും കൂടെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ 360 ഡിഗ്രി ഞാൻ 3G അടിച്ചേനെന്നുള്ള കാര്യത്തിൽ എനിക്ക് നിശ്ചയമായിട്ടുള്ളൊരു ധാരണയുണ്ട്. എന്തോ അപ്പോൾ എനിക്ക് റിവൈസ് ചെയ്യാൻ തോന്നിയത് വളരെ വലിയൊരു കാര്യമാണ്. ഇന്നലെ രാത്രി 10-11 വരെ ഇരുന്ന് വൃത്തിയായിട്ട് പഠിച്ചിട്ടും ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടാത്തതിന് നല്ല സങ്കടം എൻ്റെ ഉള്ളിലുണ്ട്. ഞാനിപ്പോൾ എന്താ പറയുക, എവിടെ നിന്ന് കരയണമെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. കാര്യമായിട്ട് ഒരു റിവ്യൂ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം +2 സ്റ്റുഡൻസ് ഒക്കെ പോയിരുന്നൊന്ന് കാണുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.